1 ഗ്ലാസ് ജീരകശാല അരി കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു നെയ്ച്ചോറാണിത്. നെയ്ച്ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ബീഫ് ഫ്രൈ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൈസ് ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തു. ആദ്യമേ തന്നെ കുറച്ച് കാഷ്നട്ട് വറുത്ത് കോരി അതിനുശേഷം കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ബ്രൗൺ നിറമായപ്പോൾ കോരി മാറ്റി. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെരുംജീരകം ഇത്രയും ചേർത്തു. അത് മൂത്ത് വന്നപ്പോൾ തന്നെ ഒരു പിടി സവാളയും ഒരു പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞത് ചേർത്തു. അതോടൊപ്പം ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്തു. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളവും ചേർത്തു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായി തിളച്ച് വരണം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അരമണിക്കൂർ കുതിർത്തിയ ജീരകശാല അരി ചേർക്കാം. അരി ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ഒരു പിഞ്ച് ബിരിയാണി മസാലയും ചേർക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും വെള്ളം വറ്റി തുടങ്ങും. നന്നായി വെള്ളം വറ്റിയതിന് ശേഷം വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും സവാളയും ചേർക്കാം. അല്പം മല്ലിയിലയും കൂടെ തൂവി വീണ്ടും 2 മിനിറ്റ് സമയം ഒന്ന് മൂടി വയ്ക്കാം. നല്ല രുചികരമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. നെയ്ച്ചോറിനൊപ്പം വിളമ്പിയിട്ടുള്ള ബീഫ് ഫ്രൈയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലുള്ള അതുപോലെ തന്നെയാണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഈ ബീഫ് ഫ്രൈ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. നെയ്ച്ചോറും ബീഫ് ഫ്രൈയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബീഫ് ഫ്രൈയുടെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം. എല്ലാവരും കണ്ടൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക്